ഓക്കെ, അപ്പോ ലിസൺ ചെയ്യാം, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇക്വിറ്റി വാല്യുവേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണല്ലോ. അതില് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്ന ഭാഗമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, ഇക്വിറ്റി വാല്യുവേഷൻ മോഡൽസ്. ഇക്വിറ്റി വാല്യുവേഷൻ മോഡൽ എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയറിനെ എങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ മൂല്യം കണക്കാക്കുന്നത്. രണ്ട് അപ്രോച്ചിലൂടെയാണ്, ശ്രദ്ധിക്കുക, രണ്ട് അപ്രോച്ചിലൂടെയാണ് ഇക്വിറ്റി ഷെയർസിനെ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് അപ്രോച്ച്. ഒന്നാമതാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. രണ്ടാമത്തെ മൾട്ടിപ്ലയർ അപ്രോച്ച്. രണ്ട് അപ്രോച്ചുകളാണ്. ഒന്ന് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ ഓർ അപ്രോച്ച്, രണ്ട് മൾട്ടിപ്ലയർ അപ്രോച്ച്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും. രണ്ട് മോഡൽസ് ആണ്, അല്ലെങ്കിൽ രണ്ട് അപ്രോച്ചുകളാണ്. ഒന്ന് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലും രണ്ട് മൾട്ടിപ്ലയർ അപ്രോച്ച്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ്. എന്താ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ? ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഇക്വിറ്റി ഷെയറിനെ വാല്യൂ ചെയ്യുന്നതിനെയാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നത്. രണ്ട് അപ്രോച്ചുകൾ മനസ്സിലാക്കുക. ഇക്വിറ്റി വാല്യുവേഷൻ മോഡലിൽ രണ്ട് അപ്രോച്ചുകളാണ്. ഒന്ന് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലും രണ്ട് മൾട്ടിപ്ലയർ മോഡൽ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ അപ്രോച്ച്. കിട്ടിയിട്ടുണ്ടാവും. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ്. നിരവധി മെത്തേഡ്സുകൾ വരുന്ന ഒരു അപ്രോച്ചാണ്, അല്ലെങ്കിൽ ഒരു മോഡലാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഷെയറിനെ വാല്യൂ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. ഓക്കെ, പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടോ? ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. ഓക്കെ, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിൽ രണ്ട് അപ്രോച്ചുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് മെത്തേഡുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് മോഡൽ കൂടി സബാണ് പറയാൻ പോകുന്നത്. ഒന്ന് ക്യാപിറ്റലൈസേഷൻ മോഡൽ. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ മോഡൽ അല്ലെങ്കിൽ മെത്തഡ്. രണ്ട് ശ്രദ്ധിക്കാം.
ക്യാപിറ്റലൈസേഷൻ മോഡൽ, രണ്ട് ഗ്രോത്ത് മോഡൽ. അല്ലെങ്കിൽ ഗ്രോത്ത് മെത്തഡ്. പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടാവും. ഇക്വിറ്റി വാല്യുവേഷൻ മോഡലില് രണ്ട് മോഡൽസ് ആണ് ഉള്ളത്. ഒന്ന് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ, രണ്ട് മൾട്ടിപ്ലയർ അപ്രോച്ച്. ബോർഡിലേക്ക് കാണുന്നുണ്ടാവും. ഓക്കെ ഓക്കെ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലില് രണ്ട് മോഡൽസ് ആണ് ഉള്ളത്. ഒന്ന് ക്യാപിറ്റലൈസേഷൻ മോഡലാണ്, രണ്ട് ഗ്രോത്ത് മോഡലാണ്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ക്യാപിറ്റലൈസേഷൻ മോഡൽ, എന്താണ് ഗ്രോത്ത് മോഡൽ. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ നോട്ട്സ് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമായി എഴുതി വെക്കുക ഇക്വിറ്റി വാല്യുവേഷൻ മോഡൽ. ഓക്കെ, ഇക്വിറ്റി വാല്യുവേഷൻ മോഡൽ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, ഇക്വിറ്റി വാല്യുവേഷൻ മോഡലില് നമ്മള് എന്താണ് ഇക്വിറ്റി വാല്യുവേഷൻ മോഡൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, എന്നാ അത് എഴുതി വെക്കാം. ഇനിയുണ്ട് ക്യാപിറ്റലൈസേഷൻ മോഡലില് സിംഗിൾ മോഡലും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് മൾട്ടി പീരിയഡ് മോഡലും ഉണ്ട്. അതുപോലെ ഗ്രോത്ത് മോഡലും ഉണ്ട്, സിംഗിൾ പീരിയഡ് ഉണ്ട്, ഗ്രാഫ് ഫുള്ള. ഓക്കെ, ഗ്രാഫ് ഫുള്ളാക്കാനൊന്നുമില്ല. ഓക്കെ, ശ്രദ്ധിക്കാം. കാണുന്നുണ്ടോ ബോർഡിലേക്ക്? ക്യാപിറ്റലൈസേഷൻ മോഡൽ. ക്യാപിറ്റലൈസേഷൻ മോഡലില് രണ്ട് മോഡൽ കൂടിയുണ്ട്, അല്ലെങ്കിൽ രണ്ട് മെത്തേഡ് കൂടിയുണ്ട്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇത്ര വരെ എന്തില്ല, ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇനി മുതലാണ് ഇക്വേഷൻസ് ഉള്ളത്. ഓക്കെ, സബ്. ഇതിന് രണ്ട് സബുകളുണ്ട്. ഒന്നാണ് സിംഗിൾ പീരിയഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. സിംഗിൾ പീരിയഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ മോഡലില് ഒന്നാമത്താണ് സിംഗിൾ പീരിയഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഇനി രണ്ടാമത്തേത് മൾട്ടി പീരിയഡ്. മൾട്ടി പീരിയഡ് വാല്യുവേഷൻ മോഡൽ, അല്ലെങ്കിൽ മൾട്ടി പീരിയഡ് ക്യാപിറ്റലൈസേഷൻ വാല്യുവേഷൻ മോഡൽ. ഓക്കെ, പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അത് പറഞ്ഞു. ഇക്വിറ്റി വാല്യുവേഷൻ മോഡലില് രണ്ട് അപ്രോച്ചുകൾ അല്ലെങ്കിൽ രണ്ട് മോഡലുകൾ, ഒന്ന് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ, രണ്ട് മൾട്ടിപ്ലയർ അപ്രോച്ച് അല്ലെങ്കിൽ മോഡൽ. ഓക്കെ, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലില് രണ്ട് മോഡലുകളാണ്. ഒന്ന് ക്യാപിറ്റലൈസേഷൻ മോഡൽ, രണ്ടാമത് ഏത് ഗ്രോത്ത് മോഡൽ. അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ മോഡലിൽ രണ്ട് പീരിയഡ് മീൻസ് രണ്ട് രീതിയിലുള്ള മെത്തഡുകൾ. ഒന്ന് സിംഗിൾ പീരിയഡ് മെത്തഡ്, രണ്ട് മൾട്ടി പീരിയഡ് മെത്തഡ്. പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടോ? ഇനി ഗ്രോത്ത് മോഡലിൽ രണ്ട് മെത്തഡുകളുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ്. ശ്രദ്ധിക്കുക, ഒന്ന് കോൺസ്റ്റന്റ് ഗ്രോത്ത് മോഡൽ. ഗ്രോത്ത് ഒരേ രീതിയിലാണെങ്കിൽ അതാണ് കോൺസ്റ്റന്റ് ഗ്രോത്ത് മോഡൽ. ഡിവിഡൻഡിന്റെ ഗ്രോത്ത് ഒരേ രീതിയിൽ 10% ഈ വർഷമാണെങ്കിൽ അടുത്ത വർഷവും 10% ആണെങ്കിൽ മീൻസ് കോൺസ്റ്റന്റ് ആണ്, ഒരേ രീതിയിലാണല്ലോ പോകുന്നത്. സോ ആ ഒരു ഗ്രോത്തിനെ വിളിക്കുന്ന പേര് കോൺസ്റ്റന്റ് ഗ്രോത്ത് മോഡൽ. ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, ഇനി രണ്ടാമത്തെ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ. മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ
എന്ന് വെച്ചാൽ എന്താ, ഡിവിഡൻഡിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ മാറുന്നുണ്ടെങ്കിൽ, മീൻസ് ഗ്രോത്ത് റേറ്റ് മാറുന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിനെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ ഇക്വിറ്റി വാല്യുവേഷൻ കാണുമ്പോൾ അത് ഏത് രീതിയിലൂടെ കാണുന്നത്, മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡലിലൂടെയാണ് കാണുന്നത്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. ഈ ഒരു 4 കാര്യങ്ങൾ മീൻസ് സിംഗിൾ പീരിയഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ, മൾട്ടിപ്പിൾ പീരിയഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ, കോൺസ്റ്റന്റ് ഗ്രോത്ത് മോഡൽ, അതുപോലെ മൾട്ടിപ്പിൾ ഗ്രോത്ത് മോഡൽ, ഇതാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ. ഓക്കെ, പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടോ? ഇതാണ് ഇക്വിറ്റി വാല്യുവേഷന്റെ മോഡലുകൾ. ഒന്ന് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ്, 2 മൾട്ടിപ്ലയർ അപ്രോച്ച് ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിനെ 2ആയി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് ക്യാപിറ്റലൈസേഷൻ മോഡലാണ്, 2 ഗ്രോത്ത് മോഡലാണ്. അതുപോലെ ക്യാപിറ്റലൈസേഷൻ മോഡലിന് 2 രീതിയിലുള്ള സബാണ് ഉള്ളത്. സിംഗിൾ പീരിയഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ, രണ്ടാമത് multiple or multi-period capitalization model. Second one is growth model. Growth model is again divided into 2: constant growth model and multiple growth model. ഈ കാര്യം കിട്ടിയിട്ടുണ്ടോ? ഇതൊന്ന് വരച്ചു വെക്കുക. വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മീൻസ് ഇനി നമ്മൾ ഇതിന്റെ നോട്ട് എഴുതാൻ പോകും. ഇല്ല, ഇത്രയും പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, പ്രോബ്ലംസേ ഉള്ളൂ. അപ്പോ ഇക്വിറ്റി വാല്യുവേഷൻ അപ്രോച്ചുകൾ. ഓക്കെ, അപ്പോ എന്താണ് ഇക്വിറ്റി വാല്യുവേഷൻ അപ്രോച്ച്? ഒന്ന് എഴുതി വെക്കാം. എഴുതിക്കോ. Valuation is the process of valuation is the process of estimating market price of a equity share എന്ന് വെച്ചാൽ എന്താ, ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കാണുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? വാല്യുവേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ. Then full stop. There are two approaches. Okay, first one, dividend approach. രണ്ടാമത് എന്താണ്? മൾട്ടിപ്ലയർ അപ്രോച്ച്. ഓക്കെ, ഒന്നാമത് ഡിവിഡൻഡ് അപ്രോച്ച് ആണ്. ഓക്കെ, മീൻസ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ മീൻസ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് അപ്രോച്ച് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഡിവിഡൻഡ് അപ്രോച്ച്, ഡിവിഡൻഡ് ഡിസ്കൗണ്ട് അപ്രോച്ച് എന്ന് നോക്കാം. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഡിവിഡൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഇക്വിറ്റി ഷെയറിനെ വാല്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് അപ്രോച്ച്. ഓക്കെ, അപ്പോ ഡിവിഡൻഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് അപ്രോച്ച് എന്നത് ഇറ്റ് ഈസ് എ അപ്രോച്ച്
it is a approach in which price of equity share is calculated on the basis of dividend payout. First off, there are mainly two models. ഒന്ന് dividend capitalization model. ഒന്നാമതാണ് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ അല്ലെങ്കിൽ മെത്തഡ്. ഓക്കെ. രണ്ടാമത് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ. ഒന്നാമത്തെ എഴുതുക ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. എന്താ എഴുതുക? ഓക്കെ. എന്താ ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ പറയുന്നത് ഇക്വിറ്റി ഷെയറിനെ വാല്യൂ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇക്വിറ്റി ഷെയറിനെ വാല്യൂ ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് ഒരു മോഡലായിരുന്നു ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിനെ രണ്ടായി തരംതിരിച്ചു. ഒന്ന് എന്താണ്? ക്യാപിറ്റലൈസേഷൻ മോഡൽ, രണ്ട് ഗ്രോത്ത് മോഡൽ. അതില് ക്യാപിറ്റലൈസേഷൻ മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലിൽ നമ്മൾ പറഞ്ഞു? എന്താ ഡിവിഡൻഡ് അപ്രോച്ച് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് അപ്രോച്ച്? ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ ഏതിനെ ബേസ് ചെയ്തുകൊണ്ട്? ഡിവിഡൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ മക്കളെ? പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ പറഞ്ഞ കാര്യം ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയറിനെ വാല്യൂ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. രണ്ട് കാര്യങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ഇക്വിറ്റി ഷെയറിനെ വാല്യൂ ചെയ്യുന്നത്. ഒന്ന്, ശ്രദ്ധിക്കുക, ഇനി ഇത് വായിക്കാൻ പോവുകയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലാണ്. അപ്പൊ ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയാം. ശ്രദ്ധിക്കാം മക്കളെ, ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കുക, ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ പറയുന്നത് ഇക്വിറ്റി ഷെയറിനെ വാല്യൂ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒന്ന് ഷെയറിൽ നിന്നുള്ള ഡിവിഡൻഡ്. ഒന്ന് ഡിവിഡൻഡ് മനസ്സിലാക്കാം. ഒന്ന് ഡിവിഡൻഡ് ആണ്. മീൻസ് ഡിവിഡൻഡിനെ ബേസ് ചെയ്തുകൊണ്ടും ഡിവിഡൻഡ് മാത്രമല്ല നോക്കുന്നത്, പ്ലസ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ. എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം. അങ്ങനെ പറയാം, മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനെയും ഡിവിഡൻഡിനെയും ബേസ് ചെയ്തുകൊണ്ട് ഷെയറിന്റെ മൂല്യം കണക്കാക്കുകയാണെങ്കിൽ ആ ഒരു മോഡലിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ.
പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടോ? ഡിവിഡൻഡും അതുപോലെ മാർക്കറ്റിൽ ആ ഷെയറിന്റെ പ്രൈസിനെയും നോക്കിക്കൊണ്ട് ഷെയറിന്റെ പ്രൈസ് ഇപ്പോഴത്തെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോ ഡിവിഡൻഡിനെയും അതുപോലെ മാർക്കറ്റിലെ പ്രൈസിനെയും വെച്ചുകൊണ്ട് ഷെയറിന്റെ മൂല്യം കണക്കാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, നമ്മൾ എഴുതാൻ പോവുകയാണ് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. എഴുതുക. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യത്തില് ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, എഴുതിക്കോ. ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. Dividend capitalization model refers to the revenue that come from holding of a share are the annual dividends and market value of the ഷെയർ. മാർക്കറ്റ് വാല്യൂവിന് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനെയും അതുപോലെ തന്നെ ഡിവിഡൻഡിന്റെ ഷെയറിന്റെ പ്രൈസ് ഷെയറിന്റെ ഡിവിഡൻഡിനെയും ബേസ് ചെയ്തുകൊണ്ട് ഇക്വിറ്റിയെ വാല്യൂ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഡിവിഡൻഡ് ഉണ്ടാവും, അതുപോലെ തന്നെ മാർക്കറ്റിലെ ആ ഷെയറിന്റെ വാല്യൂ എത്രയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഷെയറിന്റെ മൂല്യം കണക്കാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര്, ആ ഒരു മോഡലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡൽ. പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. Following are the different methods used under this model. അപ്പോൾ ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലില് രണ്ട് തരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ആ മോഡലുകൾ. ഒന്ന് സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡൽ. ഒന്നാമതാണ് സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡൽ. ഒന്നാമത് എന്താണ്? സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡൽ. രണ്ടാമത്തെ എഴുതുക മൾട്ടി പീരിയഡ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പീരിയഡ് വാല്യുവേഷൻ മോഡൽ. അപ്പൊ എന്തായിരിക്കും സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡലിൽ പറയുന്നത്? എന്തായിരിക്കും സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡലിൽ പറയുന്നുണ്ടാവും? എന്തായിരിക്കും? സിംഗിൾ പറഞ്ഞാൽ എന്താ? ഒന്ന് അല്ലേ? അപ്പൊ ഒരു പീരിയഡ് എന്ന് വെച്ചാല് ഒരു വർഷം വരെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവും. എന്ന് വെച്ചാല് ഒരു വർഷം വരെ മാത്രം ഷെയർ ഹോൾഡ് ചെയ്യുന്നവരുണ്ടാവും. അവര് ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ മോഡലിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ രൂപത്തിലായി. എന്ന് വെച്ചാല് പറഞ്ഞ കാര്യം മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. ഫാരിസ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ.
പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ചില വ്യക്തികൾ ഷെയർ വാങ്ങുന്നത് 1 വർഷത്തിലേക്കാവും. സോ അവര് എങ്ങനെയാണ് ഇക്വിറ്റി ഷെയറിനെ വാല്യൂ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 വർഷം വരെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവര് ആ ഷെയറിന് എത്രയാണ് മൂല്യം എന്ന് നോക്കുന്നത് ഈ രൂപത്തിലായി. അതാണ് സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡൽ. 1 വർഷം വരെ അവര് എന്ത് ചെയ്യുള്ളൂ? ഷെയർ ഹോൾഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ 1 വർഷം കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യും? ആ ഷെയർ വിറ്റിട്ട് വരും. അവരെങ്ങനെയാണ് ഷെയറിന്റെ മൂല്യം കണക്കാക്കുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയാലോ? അപ്പൊ എഴുതി വെച്ചോ, സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡൽ. സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡൽ. സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡൽ കേട്ടോ. Okay, under this valuation model, it is assumed that an investor who purchase a share and keep with him for 1 year, and after that it is sold. പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു. 1 വർഷത്തിന് വാങ്ങിയിട്ട് 1 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യാം? അത് വിൽക്കാം. അങ്ങനെയുള്ള വാല്യുവേഷൻ ആണ് ഏതിലൂടെ ചെയ്യുന്നത്? സിംഗിൾ പീരിയഡ് വാല്യുവേഷൻ മോഡലിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ. അപ്പോ അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കാടാ. അപ്പോ ഇതൊന്ന് മാറ്റാണ്, കാരണം നിങ്ങൾക്ക് ഇക്വേഷൻ കാണാം. ശ്രദ്ധിക്കട്ടോ, ഇക്വേഷൻ ആണ് പറയാൻ പോകുന്നത്. ഷെയറിന്റെ പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇപ്പോ ഷെയറിന് എത്രയാണ് പ്രൈസ്, ഇപ്പൊ എത്രയാണ് മാർക്കറ്റിലെ പ്രൈസ് എന്ന് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത മീൻസ് മൾട്ടിപ്പിൾ വാല്യുവേഷൻ മോഡലിന്റെ ഇക്വേഷനും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറഞ്ഞു 1 വർഷത്തിന് വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി ഷെയർ വാങ്ങിയതെങ്കിൽ അദ്ദേഹം 1 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ഷെയർ തീർച്ചയാണല്ലോ. അപ്പൊ അയാൾക്ക് 1 വർഷത്തിൽ എന്തൊക്കെ കിട്ടുന്നത്? എന്തൊക്കെ കിട്ടുക? ആ ഷെയർ അദ്ദേഹം ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ 1 വർഷം അദ്ദേഹത്തിന് എന്താ കിട്ടുക? ഡിവിഡൻഡ് കിട്ടും അല്ലെ? 1 വർഷത്തിന്റെ ഡിവിഡൻഡ് കിട്ടും. ശരിയാണോ? ഓക്കെ. പിന്നെ എന്താണ്? പിന്നെ ഷെയർ വിൽക്കുമ്പോ, ആ വർഷം തന്നെ വിൽക്കുമ്പോ എന്തുകൂടി കിട്ടും? ഷെയറിന്റെ സെല്ലിംഗ് പ്രൈസ് കൂടി കിട്ടൂലേ? സോ ഇത് രണ്ടുമാണ് ആർക്ക് കിട്ടുന്നത്?
ആർക്ക് കിട്ടുന്നത്? സിംഗിൾ പീരിയഡിലൂടെ ബൈ ചെയ്തിട്ടുള്ള ആ ഇൻവെസ്റ്റർക്ക് കിട്ടുന്നത്. പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ഇതാണ്. P0 എന്ന് പറഞ്ഞാല് ഇപ്പോ മാർക്കറ്റിൽ എത്രയാണ് ആ ഷെയറിന്റെ പ്രൈസ്, അല്ലെങ്കിൽ ഇപ്പോ ഷെയറിന്റെ പ്രൈസ് എത്രയാണ്, അതാണ് P0 എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. P0 equal to D1 divided by 1 plus K raised to 1. Raised to 1. Okay. Plus P1 divided by 1 plus K raised to 1. മക്കളെ, ഇതാണ് എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഞാൻ പറയാം. P0 എന്ന് പറഞ്ഞാല് എന്താണ്? P0 എന്ന് പറഞ്ഞാല് കറന്റ് പ്രൈസ് ആണ്. ഷെയറിന്റെ കറന്റ് പ്രൈസിനെ വിളിക്കുന്ന പേരാണ് P0. ഡൗട്ട് ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ D1 ആണ്. D1 എന്ന് പറഞ്ഞാല് ഡിവിഡന്റ് ആണ്, ഒന്നാമത്തെ വർഷത്തിലെ ഡിവിഡന്റ്. അതുകൊണ്ടാണ് D1 എന്ന് പറഞ്ഞത് ഒന്നാമത്തെ വർഷത്തിലെ ഡിവിഡന്റ്. ഒരു വർഷം മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. P1 എന്ന് പറഞ്ഞാല് സെല്ലിംഗ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എന്ന് വെച്ചാല് ഒന്നാമത്തെ വർഷം കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് ആണ്, എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ വർഷം ലാസ്റ്റ് എൻഡില് കിട്ടുന്ന എന്ത് പ്രൈസിനെ, ആ ഷെയറിന്റെ പ്രൈസിനെ വിളിക്കുന്ന പേരാണ് P1 എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഇനി K എന്ന് പറഞ്ഞാല് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. K എന്ന് പറഞ്ഞാല് റേറ്റ് ഓഫ് റിട്ടേൺ, ആ ഷെയറിലൂടെ എത്ര റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കിട്ടുന്നത് എന്നാണ്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പിന്നെ റൈസ് ടു 1 എന്ന് പറഞ്ഞത് ഒരു വർഷം വരെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് റൈസ് ടു 1 എന്ന് പറഞ്ഞത്. ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇല്ല. അപ്പൊ ഒന്നാമത്തെ വർഷം എന്തൊക്കെ കിട്ടുന്നത്? D1 കിട്ടും, P1 കിട്ടും. D1 പറഞ്ഞാല് ഡിവിഡന്റ് കിട്ടും, ഒന്നാമത്തെ വർഷത്തിലെ ഡിവിഡന്റ് കിട്ടും. രണ്ട്, അത് വിൽക്കുമ്പോ എന്ന് പറയുമ്പോ ഒന്നാമത്തെ വർഷമാണ് സെല് ചെയ്യുന്നത്, സോ അതുകൊണ്ട് P1 കിട്ടും. രണ്ട് കാര്യങ്ങൾ കിട്ടുന്നത്, D1 കിട്ടും, P1 കിട്ടും. ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്?